ഇപ്പൊ എറണാകുളത്തെ പള്ളുരുത്തി സ്കൂളിൽ നടന്ന വിവാദം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ക്രൈസ്തവ നേതൃത്വത്തിലുള്ള സ്കൂളിൽ ഏകദേശം 136 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു പിതാവിൻ്റെതാകുന്ന വർത്തമാനം ചർച്ച ചെയ്യപ്പെട്ടു ചാനലുകളിൽ. അദ്ദേഹത്തിന്റെ കുട്ടിക്ക് തലയിൽ തട്ടമിട്ട് കൊടുത്തു. ഹിജാബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു അറബി പദം തന്നെ കൊണ്ടുവന്ന ചാനലുകൾ ചർച്ച ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ എന്താ ലക്ഷ്യം? ഒരു ദുരൂഹത സൃഷ്ടിക്കുക. കന്യാസ്ത്രീകൾ അവരുടേതാകുന്ന ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു പ്രിൻസിപ്പൽ. എന്നിട്ട് പരസ്യമായിട്ട് പറയുന്നു, ഈ ശിരോവസ്ത്രം, ഞാൻ അണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശിരോവസ്ത്രം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പറ്റില്ല എന്ന അർത്ഥത്തിൽ. അപ്പോ അത്ര വലിയ വിരോധാഭാസമാണ്. അവര് ധരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വസ്ത്രമാണ്. ഈ തലയിലെ തട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച. പക്ഷെ ചാനലാകുന്ന ചാനലുകൾ മുഴുവനും മുസ്ലിമിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഒരു പെണ്ണിന്റെ കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും മറച്ചിട്ട് ഇങ്ങനെ മൂടുപടം ധരിച്ചുകൊണ്ട് നടക്കാനാണ് ആ പിതാവ് ആവശ്യപ്പെടുന്നത് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് മുമ്പാകെ ചർച്ച കൊണ്ടുവരികയാണ്. ഇത് കാണുമ്പോൾ നമ്മൾ തന്നെ പറയും, മുസ്ലിമികൾ തന്നെ, എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നു? നമ്മൾ മനസ്സിലാക്കി അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ തലയിൽ ഒരു തട്ടയിട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഈ ചർച്ച. തട്ടയിട്ടുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾ അവർ വിദ്യാഭ്യാസം നുകരുന്നു, ഒരു തടസ്സവും ഇല്ല. സിഖുകാര് തലയെക്കെട്ട് ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നുകരുന്ന ഒരു ചർച്ചയില്ല. എന്നാൽ മുസ്ലിമാക്കപ്പെട്ടതാകുന്ന ഒരു സഹോദരി, അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ മോമിനായി നിലകൊള്ളുന്ന കാലഘട്ടത്തോളം തലമറച്ചുകൊണ്ട് അവൾ വന്നുകൊണ്ട് നിൽക്കുന്നത്, ഔറത്ത് മറയ്ക്കുന്നത്, നഗ്നം മറയ്ക്കുന്നത് പാടില്ല, അതങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കേർപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ മതത്തിന്റെ നിയമങ്ങളും ആശയങ്ങളും ആദർശങ്ങളും അനുസരിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും അതനുസരിച്ചുകൊണ്ട് വസ്ത്രദാനം നടത്തിക്കൊണ്ട് പോകാനുള്ള മൗലിക അവകാശം ഇന്ത്യയിലെ ഭരണഘടന കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്, പരസ്യമായിട്ട് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിലെ പ്രിൻസിപ്പൾ എന്ന് അവകാശപ്പെടുന്ന ആ സിസ്റ്റർ അടക്കം പരസ്യമായി കൊണ്ട് ചാനലുകളാകുന്ന ചാനൽ എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന ബാക്കിയുള്ളതാകുന്ന രക്ഷിതാക്കൾക്ക്, കുട്ടികളുടെ രക്ഷിതാക്കൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ആരും തലമറയ്ക്കാതെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഏത് കുട്ടികൾ? മുസ്ലിമീങ്ങളാകുന്ന മക്കൾ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നമ്മൾ എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിലും അവർ പഠിപ്പിക്കുന്നതാകുന്ന സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞേക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ പരിപൂർണമായി ഭാഗമാക്കാകുന്ന കുട്ടികൾ, അവർ ഈ രീതിയിലുള്ളതാകുന്ന വസ്ത്രവിധാനം വേണം, യൂണിഫോം വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അവർ പറയുന്നതാകുന്ന ആശയങ്ങൾ കേട്ടുകൊണ്ട് ഓശാന പാടിക്കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ നല്ലതുപോലെ മനസ്സിലാക്കട്ടെ. നമ്മുടെ മക്കളിൽ ഭൂരിഭാഗം ആളുകൾ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ നിന്നും പരിപൂർണമായി മാറിപ്പോകുന്നു എന്നുള്ള വസ്തുത അറിയാതെ പോകരുത്.